തലമുറകളുടെ ശാപത്തിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്? ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് മുൻ തലമുറകളിൽ നിന്നും കൈമാറി കിട്ടിയ അനുഗ്രഹങ്ങളുടെയും ശാപങ്ങളുടെയും ഒരു മിക്സ്ചറായിരിക്കും. കുറേ അനുഗ്രഹത്തിൻ്റെ എലമെൻസും കാണും, കുറേ ശാപങ്ങളുടെ എലമെൻസും ഉണ്ട്. ചിലരുടെ ജീവിതത്തിൽ ഈ ശാപങ്ങളുടെ എലമെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ പോലും പറ്റില്ല. ഏത് നേരവും പ്രയാസങ്ങളും അപകടങ്ങളും മരണങ്ങളും ആദ്യം ഇതൊക്കെ ആയിട്ട് തകർന്ന് ഇങ്ങനെ മുടിഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷ വാർത്ത പറയട്ടെ, എത്ര ദുരവസ്ഥയിലാണ് ഇന്ന് നിങ്ങളുടെ ജീവിതമെങ്കിലും, ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എത്ര ബാഡ് ഷേപ്പിലാണെങ്കിലും, എത്ര ശപിക്കപ്പെട്ട് അങ്ങേ അറ്റത്ത് കിടക്കുകയാണെങ്കിലും പറയട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ അതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയും. നിങ്ങളിന്ന് ആ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് പുറത്ത് ചാടാൻ പോവുകയാണ്. എൻ്റെ അപ്പനുമ്മയും അതിന് മുകളിലുള്ള അപ്പനുമ്മയും പൂർവ്വപിതാക്കന്മാർ, കണ്ടിട്ടില്ലാത്ത പൂർവ്വപിതാക്കന്മാരും വരെ ചെയ്തു കൂട്ടിയ സകലവിധ അകൃത്യങ്ങളും സകലവിധ അത് മുഖാന്തരം വന്നിട്ടുള്ള ശാപങ്ങളും എന്നിൽ എത്തി നിൽക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്ന് പുറത്തു കിടക്കാം. യെസ്, ആർ യു റെഡി? ജനറേഷണൽ കേഴ്സസിൽ നിന്ന് പുറത്ത് ചാടുന്ന ദിവസമാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യമേ തന്നെ കൈകൾ ഉയർത്തി വലിയ ഹാലലൂയ പറ. കമന്റ് ബോക്സ്, ചാറ്റ് ബോക്സ് ഒക്കെ ഹാലലൂയ കൊണ്ട് അങ്ങ് നിറയ്ക്കുക. കാരണം ടുഡേ ഈസ് ദ ഡേ ഓഫ് ഡെലിവറൻസ്. അതിനുള്ള ഗുട്ടൻസ് ഒക്കെ നമ്മൾ പൊട്ടിക്കാൻ പോവുക. അതിലേക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ ചില അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്, മാത്രമല്ല ചില തത്വങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം ഇതാണ്: ഒബീഡിയൻസ് ആൻഡ് ബ്ലെസ്സിങ്സ് ട്രാവൽ ടുഗെദർ. കൈയൊന്നിങ്ങനെ, എൻ്റെ കൈയൊന്ന് പിടിച്ച്, ഇങ്ങനെ കൈകോർത്താണ് അനുസരണവും അനുഗ്രഹവും, പറഞ്ഞേ, അനുസരണവും അനുഗ്രഹവും ഇങ്ങനെ കൈകോർത്ത് പിടിച്ചാണ് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കൈകോർത്ത് പിടിച്ച് തന്നെ അവരെന്ത് ചെയ്യും? അടുത്ത തലമുറയിലേക്ക് കടക്കും. അടുത്തത് ഇനിക്വിറ്റി ആൻഡ് കഴ്സസ് ട്രാവൽ ടുഗെദർ. അവരിതുപോലെ അകൃത്യവും പിന്നെ ശാപങ്ങളും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് പാസ് ഓൺ ചെയ്യും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്. തിരുവഴുത്തിൽ നമ്മൾ കാണുന്ന ചില കാര്യങ്ങളാണ്. എന്നാൽ ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞു, ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അയാളുടെ ലൈഫ് എന്ന് പറയുന്നത് മുൻ തലമുറകളിൽ നിന്നും കൈമാറി കിട്ടിയ അനുഗ്രഹങ്ങളുടെയും ശാപങ്ങളുടെയും ഒരു മിക്സ്ചറായിരിക്കും. മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബേക്കറി പോയിട്ട് മിക്സ്ചർ ഒരു പാക്കറ്റിൽ 100 ഗ്രാമിൻ്റെ 250 ഗ്രാമൊക്കെ കിട്ടൂലേ? മിക്സ്ചർ എന്ന് പറയാൻ കാര്യം എന്താ അതിൻ്റെ അകത്ത്? അല്ലെങ്കിൽ നീണ്ട കുറേ സാധനങ്ങൾ കാണും, പിന്നെ ഈ അട്ടാണി പോലത്തെ ഒരു കപ്പലണ്ടി കാണും, പിന്നെ പൊരിച്ച പൊട്ടുകടല കാണും, പിന്നെ ഗ്രീൻ കളർ യെല്ലോ കളറിലൊക്കെ പൊരിച്ചിട്ട് ഇതെല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു മിക്സർ എന്ന് പേരിട്ട്. മിക്സർ എന്നാ പറയാറ്, മിക്സ്ചർ എന്നൊന്നും പറയാറ്. അതെല്ലാം കൂടിയുള്ളൊരു മിക്സ്ചറാണ്. ഇതുപോലെ പലരുടെയും ജീവിതം ഒരു മിക്സ്ചറാണ്. അപ്പോൾ കുറേ അനുഗ്രഹത്തിൻ്റെ എലമെൻസും കാണും, കുറേ ശാപങ്ങളുടെ എലമെൻസും. ചിലരുടെ ജീവിതത്തിൽ ഈ ശാപങ്ങളുടെ എലമെൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതുകൊണ്ട് അനുഗ്രഹം അനുഭവിക്കാൻ പോലും പറ്റില്ല. ഏത് നേരവും പ്രയാസങ്ങളും അപകടങ്ങളും മരണങ്ങളും ആദ്യം ഇതൊക്കെ ആയിട്ട് തകർന്ന് ഇങ്ങനെ മുടിഞ്ഞുകൊണ്ടിരിക്കും. സന്തോഷ വാർത്ത പറയട്ടെ, എത്ര ദുരവസ്ഥയിലാണ് ഇന്ന് നിങ്ങളുടെ ജീവിതമെങ്കിലും, ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു, എത്ര ബാഡ് ഷേപ്പിലാണെങ്കിലും, എത്ര ശപിക്കപ്പെട്ട് അങ്ങേ അറ്റത്ത് കിടക്കുകയാണെങ്കിലും പറയട്ടെ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ അതിൽ നിന്നും പുറത്ത് കിടക്കാൻ കഴിയും. ചുമ്മാ പറയല്ല, അനുഭവങ്ങൾ കൂടി ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. വെറുതെ തിരുവഴുത്ത് മാത്രമല്ല, അനുഭവങ്ങളുടെ കൂടെ ഉള്ളതുകൊണ്ട്. ഞാൻ ഇതൊക്കെ പറയുന്ന സമയത്ത് സിംഗപ്പൂരിൽ വെച്ചാണ് തോന്നുന്നു ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിലുണ്ടായ ഒരു അനുഭവം എന്നോട് പറഞ്ഞു. ഒരു വീട്ടിൽ അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നപ്പോൾ അവിടെ കാണുന്നത് 4 സഹോദരിമാരുള്ള 4 പെൺമക്കളുള്ളൊരു വീട്. അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ആർക്കും കുട്ടികൾ, എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ ആർക്കും കുട്ടികളില്ല. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കിയ ശേഷം അവിടെ വെച്ച് അവരോട് കൂടെ ഈ കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത ശേഷം ആ കേഴ്സസ് ബ്രേക്ക് ചെയ്ത് പുറത്ത് ചാടാൻ പറഞ്ഞു. അദ്ദേഹം പറയുന്നത് 3 മാസം കൊണ്ട് എല്ലാവരും പ്രകടനമായി. 3 മാസം കൊണ്ട് എല്ലാ പെൺപിള്ളേരും ആ കേഴ്സ് അങ്ങ് മുറിച്ച് കളഞ്ഞപ്പോഴുണ്ടായ സംഭവമാണ്. അതുപോലെ തലമുറകളായുള്ള ശാപങ്ങളെക്കുറിച്ച് റിസർച്ച് ചെയ്ത ആളുകൾ കണ്ടെത്തിയൊരു കാര്യം, ഇത് ഒത്തിരി പ്രസിദ്ധീകരണങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്ന് റീഡേഴ്സ് ഡൈജസ്റ്റ് പോലുള്ള മാഗസിനുകളിൽ പോലും പബ്ലിഷ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചരിത്രമാണ്. അത് വേറെ ഒന്നുമല്ല, 2 സാമ്പിൾ ഫാമിലീസ് 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന
2 വ്യക്തികൾ, ഒരേ ക്ലാസ്സിൽ പഠിച്ചിരുന്ന 2 വ്യക്തികൾ. അതിലൊരാളുടെ പേര് ജോനാഥൻ എഡ്വേർഡ്സ്. പിന്നീട് അദ്ദേഹം വലിയൊരു റിവൈവലിസ്റ്റായി, വലിയൊരു ദൈവഭൃത്യനായി മാറി. ജോനാഥൻ എഡ്വേർഡ്സ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വലിയ റിവൈവലുണ്ടായി. ഹി വാസ് എ വെരി ഗോഡ്ലി മാൻ. അദ്ദേഹം ക്ലാസ്, ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പഠിച്ചത്. മറ്റേ അദ്ദേഹത്തിൻ്റെ പേര് മാക്സ് ഡ്യൂക്ക് എന്നാണ്, മാക്സ് ഡ്യൂക്ക്. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ പഠിച്ചു. പക്ഷേ ഒരാൾ ദൈവത്തെ സേവിച്ചു, അയാളൊരു സുവിശേഷ പ്രസംഗകനായി മാറി. ദൈവഭയമുള്ള ഭക്തയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി, അവരങ്ങനെ ജീവിച്ചു. മാക്സ് ഡ്യൂക്ക് എന്ന് പറഞ്ഞ മനുഷ്യൻ നിരീശ്വരവാദിയായി, ദൈവത്തെ പരിഹസിച്ചു. ആയുസ്സുള്ളിടത്തോളം ദൈവമില്ലാന്ന് സ്ഥാപിക്കാൻ വേണ്ടി ദൈവം അദ്ദേഹത്തിന് കൊടുത്ത ഊർജ്ജം ഉപയോഗിച്ച്, കഴിവുപയോഗിച്ച് ദൈവമില്ലാന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. അയാൾ മരിച്ചു. പല തലമുറകളിൽ ഒരു പഠനം നടന്നു. അതിൽ ഉണ്ടായ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇത് റെക്കോർഡാണ്. പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ജോനാഥൻ എഡ്വേർഡ്സിൻ്റെ ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ, ഏകദേശം കണ്ടംപററീസ് ആണല്ലോ, ഇത്ര വർഷം കഴിഞ്ഞപ്പോൾ 1394 പിൻഗാമികളെ കണ്ടെത്തി. അങ്ങനെ തലമുറയായിട്ട് മക്കളായിട്ട് അവരുടെ കുടുംബക്കാരെല്ലാം കൂടെ എടുത്തപ്പോൾ 1394 പേരെ കിട്ടി. അതിൽ 295 പേര് ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി. മാത്രമല്ല അത്രയും പേരിൽ തന്നെ 13 കോളേജ് പ്രിൻസിപ്പൽസ് ഉണ്ടായിരുന്നു. കൂടാതെ 65 പ്രൊഫസേഴ്സ്, അമേരിക്കൻ സെനറ്റേഴ്സായിട്ട് 3 പേര്, അമേരിക്കൻ ഗവർണേഴ്സായിട്ട് 3 പേര്, ഫോറിൻ മിഷനിൽ 211 പേര്, ജഡ്ജസായിട്ട് റിട്ടയർ ചെയ്ത 30 പേരുണ്ട്, 100 അഡ്വക്കേറ്റ്സ് ഉണ്ട്. അതിലൊരാൾ ലോ കോളേജിലെ ഡീനായിട്ട് മാറി. മെഡിക്കൽ ഡോക്ടേഴ്സ് 56 പേർ. എന്ന് വെച്ചാൽ ഇവരുടെ മക്കളിൽ നിന്നുണ്ടായ കാര്യം പറയുന്നത്. 56 മെഡിക്കൽ ഡോക്ടേഴ്സ്. പിന്നെ ഹൈ റാങ്ക് മിലിറ്ററി ഓഫീസേഴ്സിന് 75 പേര്. മിഷണറിമാർ 100 മിഷണറിമാർ ജോനാഥൻ എഡ്വേർഡ്സിൻ്റെ മക്കളിൽ നിന്ന് ഉണ്ടായി. അമേരിക്കൻ ട്രഷറിയുടെ ഗവർണറായിട്ട് ഒരാൾ വന്നു. അമേരിക്കൻ വൈസ് പ്രസിഡൻസ് ആയിട്ട് 3 പേര്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഒരു സുവിശേഷ പ്രസംഗം. തലമുറകളിൽ നിന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് 3 പേര് വന്നു. കുറേ എഴുത്തുകാരുണ്ടായി, സിറ്റി മേയേഴ്സ്, അതോറിറ്റീസ്. മാത്രമല്ല മൊത്തം പഠിച്ചിട്ട് ഒരു ക്രിമിനലിനെ പോലും കണ്ടുകിട്ടിയില്ല ഈ പിൻതലമുറയിൽ. മർഡറേഴ്സ്, കൊലപാതകളില്ല, പുകവലിക്കാരില്ല, മദ്യപാനികളില്ല, പകർച്ചവ്യാധികൾ ആർക്കും പിടിപെട്ടിട്ടില്ല. ഇത് ചരിത്രത്തിൽ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ജോനാഥൻ എഡ്വേർഡ്സിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ നമ്മൾ കാണുകയാണ്. എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് നിങ്ങൾ അങ്ങനെ ആകണമെന്ന്. നിങ്ങളുടെ മക്കളൊക്കെ ഒന്ന് ഉള്ളിലൊന്ന് ചിന്തിച്ചേ. മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിങ്ങളുടെ ഒരു 100 വർഷം കഴിയുമ്പോൾ, 200 വർഷം കഴിയുമ്പോൾ കർത്താവിന് വരെ താമസിച്ചാൽ നിങ്ങളുടെ തലമുറകൾ ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറാൻ പോകും. ഹല്ലേലൂയ. മാക്സ് ഡ്യൂക്കിന് എന്ത് സംഭവിച്ചു? എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞു. ഏതായാലും നിരീശ്വരവാദി ആയതുകൊണ്ട് തപ്പിയെടുത്ത് ഒരു നിരീശ്വരവാദിയായ ഒരു പെങ്കൊച്ചിനെ കല്യാണം കഴിച്ചു. 2 നിരീശ്വരവാദികൾ കൂടെ ജീവിച്ചു. റിസർച്ച് ചെയ്തപ്പോൾ 560 പേരെ പിൻതലമുറക്കാരെ കണ്ടെത്തി. മറ്റേത് 1390, അല്ലെങ്കിൽ ഇത് ആകെ 560 പേരെ ഉള്ളൂ. അതിൽ ബാങ്ക്രപ്റ്റ് സൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, പാപ്പരായി പ്രഖ്യാപിക്കപ്പെട്ട 310 പേര്. പലരും പട്ടിണി കിടന്ന് മരിച്ചതായിട്ട് ചരിത്രം പറയും. 150 ക്രിമിനൽസ്, മറ്റിടത്ത് ഒറ്റ ക്രിമിനലിനെ പോലെ കിട്ടിയില്ല. 7 കൊലപാതകികളുണ്ടായിരുന്നു. 100 മദ്യപാനികളെ കിട്ടി. പെൺമക്കളിൽ എന്ന് വെച്ചാൽ തലമുറകളിലെ പെൺമക്കളിൽ പലരും പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ട് മാറി. അതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞിരിക്കുന്നത് ഈ ക്രിമിനൽസിനെ, അതായത് മാക്സ് ഡ്യൂക്കിൻ്റെ, നിരീശ്വരവാദിയായിരുന്ന മാക്സ് ഡ്യൂക്കിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ക്രിമിനലുകളെ കൊണ്ടുപോയി ജയിലിലിട്ട് അവർക്ക് തീറ്റ കൊടുക്കാൻ മാത്രം $US കൊടുത്തിരിക്കുന്ന കണക്ക്. പക്ഷേ ഞാൻ ഇന്ത്യൻ റുപ്പീസിലോട്ട് കണക്കാക്കിയാൽ കുറഞ്ഞതൊരു 6 കോടി രൂപ ഗവൺമെൻറ്റിന് ചെലവഴിക്കേണ്ടി വന്നു, അമേരിക്കൻ ഗവൺമെൻറ്റിന്. അപ്പോൾ ദൈവമില്ലെന്ന് പറഞ്ഞാൽ, അഭക്തരായി ജീവിച്ചാൽ, ദൈവത്തെ വിട്ട് ജീവിച്ചാൽ ഗവൺമെൻറ്റിന് പോലും ഭാരമാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ ആയിത്തീർന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഇത് നിങ്ങൾക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന ഹിസ്റ്ററിയാണ്. ഒരുപക്ഷെ നെറ്റിലൊക്കെ കാണും. ഇത് ഞാൻ പണ്ട് കിട്ടിയൊരു സാധനം ഞാൻ എടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പലതും മുൻതലമുറകൾ ചെയ്തു കൂട്ടിയ പലതും ആയിരിക്കാം. ശരിയായി നിങ്ങൾ വിടുതൽ പ്രാപിച്ചിട്ടില്ലെങ്കിലുള്ള കാര്യം പറയും. വിടുതൽ പ്രാപിച്ചവർ ഓക്കെ, ഹല്ലേലൂയ. അടുത്തത്, നിങ്ങൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന പലതും നിങ്ങളുടെ പിൻതലമുറക്കാരെ ബാധിക്കാം. മക്കളെ ബാധിക്കാം, കൊച്ചുമക്കളെ ബാധിക്കാം. ഇത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയുക? അതാണല്ലോ നമ്മുടെ പ്രധാന കാര്യം. അതിലേക്ക് നമ്മൾ വരാൻ പോവുക. അതിനു മുമ്പ് എൻ്റെ ഒരു കൊച്ചനുഭവം പറഞ്ഞോട്ടെ. ഒരുപക്ഷെ ഞാൻ തന്നെ പറഞ്ഞ 10 പ്രാവശ്യം നിങ്ങൾ കേട്ടാണ്, ചിലപ്പോൾ 100 പ്രാവശ്യം കേട്ട് കാണും. സഹിച്ചേക്ക്.
എനിക്കിത് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം ഈയിടെയായി നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി പേര് പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും, നിങ്ങളൊക്കെ ഇങ്ങനെ പലർക്കും ലിങ്ക് അയച്ച് ഒത്തിരി പേര് പുതുതായിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഫാദറിൻ്റെ ഫാദർ, അമ്മയുടെ ഫാദർ ഞാൻ കണ്ടിട്ടുമില്ല. അതിനു മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. മരിച്ചത് അദ്ദേഹം ഭയങ്കര ഒരു തികഞ്ഞ ആൽക്കഹോളിക്, മദ്യപാനിയായി. മദ്യപിച്ച് അദ്ദേഹം മരിച്ചു. എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ ഇതുപോലെ തന്നെ മദ്യപിച്ച് പോയി. അതിലൊരാൾ ഞാൻ കേട്ടിരിക്കുന്നതനുസരിച്ച് കുത്തേറ്റ് മരിക്കുക എന്തോ ചെയ്തു, ചീട്ടുകളിയും അങ്ങനെ എന്തോ കാര്യത്തിൽ. ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരു മകൻ ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ അവിടെ മരിച്ചു. അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് വെച്ച് അപ്രത്യക്ഷയായി, യൗവനപ്രായത്തിൽ. ആളെ ഇതുവരെ പിന്നെ കണ്ടിട്ടില്ല. കൊന്നുകളഞ്ഞതാണോ, തിരോധാനം ചെയ്തു, അറിയില്ല. ആ വശത്ത് വെച്ച് നോക്കുമ്പോൾ പല പൂർവികന്മാരും, എൻ്റെ മുൻ തലമുറയിൽ പലരും തികഞ്ഞ മദ്യപാനികളും അതിഭയങ്കരമായ എന്തൊക്കെയോ പ്രശ്നത്തിലൂടെ പോയവരാണ്. അങ്ങനെ ഒരു വീട്ടിലാണ് ഞാൻ ജനിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എല്ലാവരുടെയും തലമുറകൾ ഇതുപോലെയൊക്കെ കാണും. എൻ്റെ തലമുറയിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞു, ഭയങ്കരമായ പ്രയാസങ്ങളിലൂടെയാണ് ഞങ്ങൾ ചെറുപ്പകാലത്തൊക്കെ പോയിട്ടുള്ളത്. എൻ്റെ മാതാപിതാക്കളെ ആരെയും കുറ്റം പറയുമല്ലോ കേട്ടോ, സാഹചര്യങ്ങൾ അങ്ങനെയാണ്, അതിലൂടെ പോയത്. പക്ഷേ എനിക്ക് എൻ്റെ ടീനേജിൽ ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാനൊരു പുതിയ സൃഷ്ടിയായി. പറഞ്ഞേ, പുതിയ സൃഷ്ടിയായി. എല്ലാവരും പറഞ്ഞു പുതിയ സൃഷ്ടി, ന്യൂ ക്രിയേഷൻ. എന്ന് വെച്ചാൽ ഒരു ക്രിയേഷനായിട്ടാണ് ഞാൻ ജനിച്ചത്. യേശുവിലേക്ക് വന്നപ്പോൾ 2 Corinthians 5:17, 2 Corinthians 5:17 എന്താ പറയുന്നത്? ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതിയ സൃഷ്ടിയാകും. ഈസ് എ ന്യൂ ക്രിയേഷൻ ഇൻ ക്രൈസ്റ്റ്. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്തെന്നറിയാം? നമുക്കൊരു ജിനിയോളജി ഉണ്ട് അല്ലേ? നമുക്കൊരു ജിനിയോളജി എന്താ പറയുന്ന വംശാവലി. നമ്മളിങ്ങനെ ഇന്ന പിതാവ് ഇന്ന മകനായിട്ട് നമ്മളിങ്ങനെ വന്നേക്കും. ക്രിസ്തുവിലേക്ക് വരുമ്പോൾ സംഭവിക്കുന്നത് ആ വംശാവലിയിൽ നിന്നും വെട്ടിയെടുത്ത് ക്രിസ്തുവിൻ്റെ വംശാവലിയിലേക്ക് നമ്മളെ ഗ്രാഫ്റ്റ് ചെയ്യും. ബൈബിളിൽ അങ്ങനെ പറയുന്നു. അല്ലെങ്കിൽ സ്വർഗത്തിലെ നമ്മുടെ പിതാവ്, അല്ല പറഞ്ഞു, സ്വർഗത്തിലെ പിതാവ് ഹെവൻലി ഡാഡി നമ്മളെ ക്രിസ്തുവിൽ അഡോപ്റ്റ് ചെയ്യും, അഥവാ ദത്തെടുക്കും. ഹല്ലേലൂയ. ദത്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പിന്നെ എവിടെയാണ്? ഈ വീട്ടിൽ നിന്ന്, അതായത് മനുഷ്യൻ്റെ ഒരു വീട്ടിലാണല്ലോ നമ്മൾ പിറന്നിരിക്കുന്നത്. അവിടെ നിന്നും നമ്മളെ അഡോപ്റ്റ് ചെയ്തിട്ട് നമ്മൾ എവിടെ കൊണ്ടുപോകും? ദൈവഭവനത്തിൽ, ദൈവ കുടുംബത്തിൽ കൊണ്ടുപോയി നമ്മളെ അംഗമാക്കി, മകനാക്കി മാറ്റും. ഞാൻ പറയട്ടെ, ദൈവത്തിലുള്ള ശാപമുണ്ടോ? നോ. ദൈവകുടുംബത്തിൽ ശാപമുണ്ടോ? നോ. ദൈവത്തിൻ്റെ വംശാവലി, അതെന്ന് വെച്ചാൽ ക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പലതും ശാപം ഉണ്ടായിരുന്നു. പക്ഷേ ക്രിസ്തു വന്നതോടുകൂടെ എല്ലാം നീങ്ങി, ശാപം നീങ്ങുക. ഞാൻ ആ കുടുംബത്തിലെ മെമ്പറായി മാറുവാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ എല്ലാ ശാപങ്ങളും അവിടെ നിന്ന്, അതായത് മാനുഷികമായൊരു കുടുംബത്തിൽ പിറന്ന് അവിടെ നിന്ന് എടുത്ത് ക്രിസ്തുവിലേക്ക് കൊണ്ടുപോയി വയ്ക്കുമ്പോൾ സകല ശാപങ്ങൾ നീങ്ങിപ്പോകും. ചുരുക്കി പറഞ്ഞാൽ ബൈബിളിലൊരു വചനമുണ്ട്, പിന്നെ എടുത്ത് വായിച്ചാലും മതി. ഗലാത്യ ലേഖനം 3:14 എൻ്റെ ഓർമ്മ. ഗലാത്യർ 3:14 എൻ്റെ ഓർമ്മ. അവിടെ പറയുന്നതനുസരിച്ച് അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശു, അങ്ങനെ ശരിയാണ് ഞാൻ പറഞ്ഞത്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എന്ന് വെച്ചാലേ, അബ്രഹാമിന്റെ ദൈവം അനുഗ്രഹിച്ചു, അബ്രഹാമിന്റെ തലമുറകൾ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞു. നമ്മളെ കൊണ്ടുപോയി എന്ത് ചെയ്യുന്നു? ആ അബ്രഹാമിന്റെ തലമുറയിൽ കൊണ്ടുപോയി നമ്മളെ വെച്ചുപിടിപ്പിക്കുക. മനസ്സിലായോ? അതോടെ ആ ക്രിസ്തുവേശുവിലുള്ള അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ അവകാശിയായി മാറും. വെടിപൊട്ടുന്നൊരു ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട പലർക്കും ഇതറിയില്ല. കാരണം എനിക്കത് അറിയില്ലായിരുന്നു, അതാരും പറഞ്ഞു തന്നില്ല. പിന്നീട് ഞാനത് മനസ്സിലാക്കിയത് അതൊരു ഭയങ്കര വെളിപ്പാടായിരുന്നു. അതോടെ എനിക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ തുടങ്ങി. ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ജീവിത പശ്ചാത്തലത്തിലൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാനൊക്കെ പിറന്ന ആ സമയത്ത് കറണ്ടില്ല, വെള്ളമില്ല, എന്ന് വെച്ചാൽ പൈപ്പ് ലൈൻ ഇല്ല, ഇലക്ട്രിസിറ്റി കണക്ഷൻ ഇല്ല. ഒരു കുഗ്രാമത്തിൽ നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ രക്ഷിക്കപ്പെട്ട ആ വർഷം കറണ്ടും വെള്ളവും വന്നു എന്നുള്ളതാണ് സത്യം. എന്ന് വെച്ചാൽ കറണ്ടും വെള്ളവും കിട്ടാനും വീട് നിന്നാനും വേണ്ടിയിട്ടല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. രക്ഷിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ റിഫ്ലക്ഷൻസ് പുറത്ത് വരാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞു. ആ വർഷം വീട് പണി തുടങ്ങി, വ്യത്യാസങ്ങൾ വീട്ടിൽ വരാൻ തുടങ്ങി. ഇതെൻ്റെ അനുഭവമാണ്. എന്ന് വെച്ചാൽ നന്മകൾ തടയപ്പെട്ട സ്ഥാനത്ത് ക്രിസ്തുയേശുവിൻ്റെ അകത്തേക്ക് വന്ന് വീട്ടിലേക്ക് കാൽ ചവിട്ടിയപ്പോൾ തന്നെ വ്യത്യാസങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ഇന്ന് ആത്മാവിൽ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കി പ്രവചിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഡേറ്റ് എഴുതി വെച്ചോ,
ഇന്നത്തെ ദിവസം പ്രാർത്ഥന ഡയറിയിൽ എഴുതിക്കോ. ഇന്നത്തെ ഡേറ്റ് ബൈബിളിൻ്റെ പുറകിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ മുമ്പിൽ എഴുതി വെച്ചോ. ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരികയാണ്. ഡേറ്റ് എഴുതിക്കോ. ഞാനല്ല പറയുന്നത്, വിശ്വസിച്ചങ്ങ് എഴുത്, കർത്താൽ വിശ്വസിച്ചെഴുത്. കാരണം നിങ്ങളിന്ന് ആ പാരമ്പര്യ ശാപങ്ങളിൽ നിന്ന് പുറത്ത് ചാടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കൊച്ചു സാധനം കൂടി എനിക്ക് പറയണം. നമ്മൾ ഇന്നലെയാണ് സിൻ, ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി ഒക്കെ ഇല്ലല്ലേ? പാപം, അതിക്രമം, അകൃത്യം. ഇതിന് മൂന്നിനും കർത്താവ് എന്ത് ചെയ്തു എന്നുള്ളത് ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഏഷ്യാവിൻ്റെ പുസ്തകത്തിൽ പറയുന്നതിനനുസരിച്ച് 53:12 അവിടെ പറയുന്നത് ഹി ബോർ ദ സിൻ ഓഫ് മെനി, അവൻ അനേകരുടെ പാപങ്ങൾ വഹിച്ചു. യോഹന്നാൻ 1:29, ജോൺ 1:29 അവിടെ പറയുന്നത് ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ് ഹു ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്. പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതിൻ്റെ അർത്ഥം നമ്മുടെ എല്ലാ പാപങ്ങളെയും കർത്താവ് എന്ത് ചെയ്ത്? ഹി ക്യാരിഡ് അവേ അവർ സിൻസ്, അല്ലെങ്കിൽ പാപങ്ങളെ ചുമന്നുകൊണ്ട് പോയി കർത്താവ്. മനസ്സിലായോ? 2, ട്രാൻസ്ഗ്രഷൻ്റെ കാര്യത്തിൽ ഐസായ 53:5, ഏഷ്യാൻ്റെ പുസ്തകം 53:5 ഹി വാസ് വൂണ്ടഡ് ഫോർ അവർ ട്രാൻസ്ഗ്രഷൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. എൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ ശരീരത്തിൽ ഇപ്പോഴും ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. 5 തിരുമുറിവാണോ 6 തിരുമുറിവാണോ എന്നുള്ളതിനെക്കുറിച്ച് ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുക. മക്കളെ എണ്ണാൻ പോലും പറ്റില്ല. കർത്താവിൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റതാണ്. 5, 6 പറഞ്ഞ് സംവാദം നടത്തിയിട്ട് ഒരു കാര്യമില്ല. മുഴുവൻ തകർന്നു, മുഴുവൻ മുറിവുകളാണ്. ആ മുറിവുകളാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക്, ലംഘനങ്ങളുടെ പരിഹാരം. തിരുവഴുത്താണ്. അടുത്തത് ഇനിക്വിറ്റി അല്ല ഇനി വേണ്ടത്, അകൃത്യം. 53:5 തന്നെ പറയുന്നുണ്ട് ഹി വാസ് ബ്രൂസ്ഡ് ഫോർ അവർ ഇനിക്വിറ്റീസ്. നമ്മുടെ അകൃത്യം നിമിത്തം അവൻ ബ്രൂസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചതയ്ക്കപ്പെട്ടു, നുറുങ്ങി, ചതയ്ക്കപ്പെട്ടു. ബ്രൂസസ്. ശരീരം മുഴുവൻ, യേശുവിൻ്റെ ശരീരം മുഴുവൻ ചതഞ്ഞു, ചതയുന്ന പോലെ. അതാണ് നമ്മുടെ അകൃത്യങ്ങൾക്ക് പരിഹാരമായി കർത്താവ് ചെയ്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം കർത്താവ് ക്രൂശിൽ നമുക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു. ഇന്ന് വിശ്വസിക്കാമോ? അതായത് യേശുവിൻ്റെ ക്രൂശീകരണവും ഈ വചനങ്ങളൊക്കെ എത്രയോ പ്രാവശ്യം മുമ്പ് വായിച്ചിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിവോടെ, വെളിപ്പാടോടെ ഇതിനെ കണ്ട് ഇന്നുള്ളിൽ വിശ്വസിക്കുക. എൻ്റെ അപ്പനും അമ്മയും അതിന് മുകളിലുള്ള അപ്പനും അമ്മയും പൂർവ്വപിതാക്കന്മാർ, കണ്ടിട്ടില്ലാത്ത പൂർവ്വപിതാക്കന്മാരും വരെ ചെയ്തു കൂട്ടിയ സകലവിധ അകൃത്യങ്ങളും സകലവിധ അത് മുഖാന്തരം വന്നിട്ടുള്ള ശാപങ്ങളും എന്നിൽ എത്തി നിൽക്കുകയായിരിക്കാം. പക്ഷേ ഇന്ന് ഞാൻ അതിൽ നിന്ന് പുറത്തുടക്കുക. ഇതിന് ഇതിങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്ത് കിടക്കുന്നത്? തലമുറകളുടെ ശാപത്തിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദൈവിക ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യം എന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ആ തലമുറകൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കില്ല. ആ തലമുറകളിൽ ഒരാൾ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കണം. ആ വ്യക്തിയിൽ വെച്ച് ശാപമുറിയും. ഉദാഹരണത്തിന് അബ്രഹാം വിഗ്രഹാരാധികളുടെ നാട്ടിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി പിറക്കി വിറ്റുകൊണ്ടിരുന്നൊരു മനുഷ്യൻ, തേരഹിൻ്റെ മകനായിട്ട് ജനിച്ച ശാപത്തിൻ്റെ കീഴിലാണ് ജനിച്ചത്. പക്ഷെ അബ്രഹാം ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി എഴുന്നേറ്റു. എല്ലാവരും പറഞ്ഞു എഴുന്നേറ്റു. ഒന്നുകൂടെ എഴുന്നേറ്റു. അവിടെ വെച്ച് ശാപമുറിഞ്ഞു. ഉൽപ്പത്തി 12 അനുഗ്രഹങ്ങളുടെ കോട്ടക്കണക്കിന് അനുഗ്രഹം ദൈവത്തിൽ നിന്ന് തൻ്റെ കയ്യിൽ കിട്ടി. ഇന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് കോട്ടക്കണക്കിന് ബാസ്ക്കറ്റ് ഫുൾസ് ഓഫ് ബ്ലെസ്സിങ്സ് വരികയാണ്. കാരണം നിങ്ങൾ അങ്ങനെ നിൽക്കണം. പൂർവ്വപിതാക്കന്മാർ ആരാധിച്ച മിഥ്യാമൂർത്തികളെയോ വിഗ്രഹങ്ങളെയോ അന്യദൈവങ്ങളെയോ ഞാൻ സേവിക്കില്ല, ഏക സത്യ ദൈവമായ എൻ്റെ ദൈവത്തിന് വേണ്ടി ഞാൻ എഴുന്നേൽക്കും എന്ന് തീരുമാനിക്കുക. 2, കയ്യിൽ ബൈബിളുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിപ്പിടിച്ചേ, ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ച് എന്നിട്ട് പറ, മരണം വരെ ഞാൻ ഈ വചനമനുസരിച്ച് ജീവിക്കും. വിശ്വസിച്ച് വചനമനുസരിച്ച് ജീവിക്കും. ഒന്ന് പറഞ്ഞു നോക്കുക. മരണം വരെ ഞാൻ ഈ വചനമനുസരിച്ച് ജീവിക്കും. പൊട്ടുകയാണ് എല്ലാ ബന്ധനങ്ങളും പോട്ടെ, ശാപങ്ങളൊക്കെ പൊട്ടി ചാക്കുനൂല് പോലെ പൊട്ടിപ്പോട്ടെ. ഹല്ലേലൂയ. അതൊക്കെ തീരുമാനിക്കുക. ദൈവത്തെ ഞാൻ സേവിക്കും. ഈ പണ്ട് ജോഷുവ എന്ന് പറഞ്ഞൊരു പുള്ളി ഉണ്ടായിരുന്നു. യോശുവ ഓർക്കുണ്ടോ? യോശുവയുടെ പുസ്തകം 24:15 എനിക്ക് തോന്നുന്നു. പുള്ളി എഴുന്നേറ്റ് നിന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടത് അക്കരെയുള്ള ഏതെങ്കിലും ദൈവത്തെ വേണമെങ്കിൽ സേവിച്ചു, പക്ഷേ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. തീരുമാനിച്ചു. തൻ്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടു. അങ്ങനെ ഒന്ന് തീരുമാനിക്കാമോ? മുൻ തലമുറകൾ എന്തും ആയിക്കോട്ടെ, ഏത് രീതിയിൽ ജീവിച്ചതായിക്കോട്ടെ, പക്ഷേ ഇവിടെ വെച്ച് ആ ശാപം കർത്താവ് മുറിക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് ആ തീരുമാനമെടുക്കുന്ന നിമിഷം
Praise God, praise God. Hallelujah. Wonderful. Hallelujah. I'm so excited. എൻ്റെ ഉള്ളിൽ എനിക്കറിയാം എന്തൊക്കെയോ ഒത്തിരി പേരുടെ Amen. കുടുംബങ്ങളിലെ വിടുതലുകൾ Yes, ഇന്ന് നടക്കുകയാണ്. hallelujah, praise God. ഈ പാപത്തിന്റെ ഈ ശാപത്തിന്റെ ഒരു ചക്രമുണ്ട്, ഒരു വിഷ്യസ് സൈക്കിളുണ്ട്. അത് ബ്രേക്ക് ആയിരിക്കുന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാനിവിടെ കിടന്ന് കയറി പൊട്ടിക്കുമ്പോഴല്ല ഇത് ബ്രേക്ക് ആകുന്നത്, പകരം നിങ്ങൾ എഴുന്നേറ്റൊരു തീരുമാനം എടുക്കുമ്പോഴാണ്. ദൈവജനം അനുസരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ഭക്തിയിൽ ജീവിക്കുവാൻ. മാക്സ് ഡ്യൂക്ക് എടുത്ത തീരുമാനം ആരും എടുക്കരുത് എന്ന് വെച്ചാൽ ഒരു നിരീശ്വരവാദിയായ ദൈവത്തെ നോ ജോനതൻ എഡ്വേർഡ്സ് എന്ന മനുഷ്യനെടുത്ത തീരുമാനം. ദൈവത്തിനായി ജീവിക്കും, ദൈവത്തെ സേവിക്കും. അവിടെ വെച്ച് രാഹാബ് എന്നൊരു വേശ്യയെക്കുറിച്ച് പറയുന്നുണ്ട്. അവൾ ഇതുപോലെ തന്നെ തലമുറ മുഴുവൻ ശപിക്കപ്പെട്ടത്, പക്ഷെ അവളങ്ങ് എഴുന്നേറ്റു. മോവാബ്യർ മുഴുവൻ ശപിക്കപ്പെട്ട റൂത്ത് എഴുന്നേറ്റു. തലമുറയുടെ കണ്ണികളിൽ ഒരാൾ ദൈവത്തെ സേവിക്കാൻ എഴുന്നേറ്റാൽ ബാക്കിയുള്ള തലമുറകൾ അനുഗ്രഹിക്കും. നിങ്ങൾ നിമിത്തം നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. വണ്ടർഫുൾ, വണ്ടർഫുൾ. ഇന്ന് എന്തോ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്നേ. വിരോധമില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നേ. ഹീലിംഗ് ക്രൂസിലൊക്കെ എഴുന്നേൽപ്പിക്കാറുണ്ട്, സൺഡേ ഒക്കെ എഴുന്നേൽപ്പിക്കാറുണ്ട്. ഇന്ന് പക്ഷേ അങ്ങനെയല്ല, എന്തോ സംഭവിക്കുന്നുണ്ട്. എല്ലാവരും ദയവായി എഴുന്നേറ്റ് നിന്നേ. വിരോധമില്ലെങ്കിൽ എഴുന്നേറ്റ് നിന്നേ. എന്നിട്ട് വിരൽ ചൂണ്ടിപ്പിടിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ ഏറ്റു പറയണം. പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ തലമുറകളും സത്യദൈവമായി യേശുവിനെ സേവിക്കും. യേശുവിന്റെ വചനം ഞാൻ അനുസരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വഴികളിൽ മാത്രം ഞാൻ ജീവിക്കും. ഇതുവരെയുള്ള തലമുറകളായുള്ള എല്ലാവരും ഇങ്ങനെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറ, ഇതുവരെ തലമുറകളായുള്ള എൻ്റെ കുടുംബത്തിൽ വന്നിരിക്കുന്ന സകല ശാപങ്ങളെ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തനിമിത്തം ഞാനിപ്പോൾ മുറിച്ചു മാറ്റുന്നു. ഞാൻ മുതൽ ഇനിയുള്ള തലമുറകൾ എന്റെ കുടുംബങ്ങളിൽ എന്റെ വംശാവലി ഒരിക്കലും ആ ശാപങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് ഞാനിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. കൈ രണ്ടു ഉയർത്തിപ്പിടിച്ചൊരു 7 ഹല്ലേലൂയ അങ്ങ് പറഞ്ഞൊന്ന് സെലിബ്രേറ്റ് ചെയ്തേ. കം ഓൺ. Hallelujah. Yes. Hallelujah. 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 Amen. Hallelujah. Yes. Hallelujah. 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 Amen. Amen. സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വാസത്താൽ നിങ്ങളുടെ ചുറ്റും യേശുവിന്റെ രക്തം കൊണ്ടൊരു വൃത്തം വരയ്ക്കുക. നിങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ടുള്ള വൃത്തത്തിന്റെ അകത്താണ്. ഇനി ഒരു ശാപത്തിന് നിങ്ങൾ തൊടാൻ സാധ്യത. ശാപം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഡീൽ ചെയ്യുന്നത് മുഴുവൻ തലമുറകളായുള്ള ശാപത്തെയാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ശരിക്കും അനുഗ്രഹത്തിൻ്റെ പൂർത്തിയിൽ ജീവിക്കേണ്ടതുവരെ നമ്മൾ ബിൽഡ് ചെയ്ത് പോകാറുണ്ട്. ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്ത് ജനറേഷണൽ കേഴ്സസ് ആണ്. മറ്റ് ചിലത് കൂടെ നമ്മൾ ഡീൽ ചെയ്യും അടുത്ത ദിവസങ്ങളിൽ. നിങ്ങൾ ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും മാത്രമല്ല, ഇതിൻ്റെ നോട്ട്സ് തമിഴിലോ തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഏതിലേക്കൊക്കെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം അതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാവുന്നവരൊക്കെ നിങ്ങൾ പഠിപ്പിക്കുക. എല്ലാ ജനതകളും രക്ഷ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഈ കാണുന്നവരുടെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ സ്നോഫിലിയ പോലെയുള്ള ചില പ്രയാസം, അത് മുഖാന്തരമുള്ള പ്രയാസങ്ങൾ സൗഖ്യമാകട്ടെ. തൈറോയ്ഡ് ഗ്ലാൻഡ് സൗഖ്യമാകട്ടെ. ഗോൾ ബ്ലാഡർ സൗഖ്യമാകട്ടെ. പാൻക്രിയാസ് സൗഖ്യമാകട്ടെ. ഡയബറ്റീസ് മാറട്ടെ. അതുപോലെ പാരമ്പര്യ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സൗഖ്യമാകട്ടെ. In the name of Jesus അത് സൗഖ്യമാകട്ടെ. വിടുതലുകൾ കർത്താവേ എല്ലാവർക്കും നീ കൊടുത്തോണ്ടിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.